ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു വീക്കെൻഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയപ്പോൾ ശ്രീയേട്ടൻ എന്നെ വന്ന് പിക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ഇറങ്ങിയത് നമ്മുടെ അൾട്രായിലുള്ള ലുലുവിലേക്കാണ്. നമുക്കടുത്ത് ദജീജ് ലുലു ആണെങ്കിലും അൾട്രായി ലുലുവിൽ ഒന്നും കൂടെ കളക്ഷൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോണേ, അപ്പോൾ കുറച്ചൊക്കെ ഷോപ്പിംഗ് കൂടെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് പിന്നെ നെക്സ്റ്റ് വീക്കും കൂടെ ആണല്ലോ, അപ്പോൾ പിന്നെ ഒന്നിനും ടൈം കിട്ടില്ല, വർക്കിംഗ് ഡേ കൂടെ ആണ്. അങ്ങനെ നേരെ എത്തിയത് കേട്ടോ ഇവിടെ ലുലുവിലെത്തി. അപ്പോൾ ഇവിടെ കുറച്ച് ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള ഓഫേഴ്സൊന്നുമില്ല. ഇനി വരാൻ പോകുന്ന വീക്കിലായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. അങ്ങനെ ഇതേ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ എല്ലാത്തിനും നമുക്കടുത്ത് തൊട്ടടുത്ത് ലുലു ഉള്ളതുകൊണ്ട് നമ്മൾ അവിടേക്കാണ് പോകാറ്. വല്ലപ്പോഴും ഒക്കെ ആയിട്ടോ ഇവിടെ വരാറുള്ളൂ. അപ്പോൾ ഇത് കയറി ചെന്ന വഴിക്കന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു കേക്ക് കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിട്ടോ. കാരണം ഇത് കേക്കാണോ, ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ഒറിജിനലിനാണോ എന്ന്. പിന്നെ ഇതേ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ടിങ് നടക്കുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ചോക്കോ വീക്ക് ലോങ്ങസ്റ്റ് കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഒരു വലിയ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും അവർ കൊടുക്കുന്നു. പൊതുവെ ഇങ്ങനത്തെ കേക്ക് കാണാറ് നമ്മുടെ വല്ല കേക്ക് കോമ്പറ്റീഷനോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഫുള്ള് ചോക്ലേറ്റ്സ് ആയിരുന്നു, നല്ല കോസ്റ്റ്ലിയും കൂടെ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാ കസ്റ്റമേഴ്സിനും അവർ കൊടുത്തു, നമുക്കും കിട്ടിയിട്ടോ. നല്ലൊരു പീസ് തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ പിന്നെ നല്ല തിരക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതേ ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ലേഡീസ് സെക്ഷനിലേക്ക് കയറി കേട്ടോ. ലേഡീസ് സെക്ഷനിൽ കയറി ചെന്നപ്പം അവിടെ കിഡ്സിൻ്റെ കുറച്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. സംഭവം കണ്ടതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടാലോ. Okay, so let's start now. Okay, so we have this bullet. Okay, let's see how many points you can get. Okay, okay, so let's start with Amika. Okay, now go. Okay, concentrate. Okay, now. സംഭവം കിഡ്സിൻ്റെ ഈ പ്രോഗ്രാം കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ പിന്നെ ഇതേ കിഡ്സിൻ്റെ തന്നെ കുറച്ച് അവരുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഏരിയയാണ്. പിന്നെ അവിടെ പ്രത്യേകിച്ച് ഓഫർ എന്ന് പറയാൻ 20% ഓഫർ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മേ ബി ഇനി ക്രിസ്മസ് ഒക്കെ അല്ലേ, നല്ല ഓഫേഴ്സ് അവർ ഈ വീക്കിലിടുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ചെന്നു. അവിടെ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ ക്രിസ്മസിൻ്റെ ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ടാട്ടോ ഞങ്ങൾ ചെന്നേ. പിന്നെ കുർത്താസായിട്ടും ഗൗൺസായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അടുത്ത് തന്നെ റെഡ് ടാഗും മാക്സും ഒക്കെ ഉണ്ട്, അവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. കുറേ തിരഞ്ഞു, പക്ഷേ നമുക്ക് ആ കളറും എല്ലാം അങ്ങ് സെറ്റായില്ല. പിന്നെ 1-2 ഡ്രസ്സ് എടുത്ത് നമ്മൾ ട്രയലൊക്കെ നോക്കി. പക്ഷേ എന്തോ തൃപ്തിയാവാത്തതുകൊണ്ട് നേരെ അവിടുന്ന് ഇറങ്ങി. ഇതേ സാംസങ്ങിൻ്റെ സെക്ഷനിൽ ശ്രീയേട്ടൻ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ അവിടെ നോക്കി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ പോയത് നമ്മുടെ ഇതേ റെഡ് ടാഗിലാണേ. അപ്പം റെഡ് ടാഗിലെത്തി. അവിടുന്ന് എനിക്ക് വിചാരിച്ചൊരു സാധനം എടുത്തു ഞാൻ. അപ്പോൾ അവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ. അത് കുറച്ച് പഴയ ടൈപ്പ് അറബിക് ആ ഒരു സ്റ്റൈലിലുള്ളായിരുന്നേ. അവിടെ കബാബ്, ടിക്ക, അൽഫാം, ഫഹാം അങ്ങനത്തെ കുറേ ഐറ്റംസ്, മട്ടൺസും ബീഫും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹമൂസും പിന്നെ നമ്മുടെ മട്ടൺ റിബ്സുമാണ് കേട്ടോ ശ്രീയേട്ടൻ പറഞ്ഞേ. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ മട്ടൺ റിബ്സ് ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിന്ന് ഒരു പീസ് എടുത്തിട്ട്, പക്ഷെ എന്നാലും ഞാൻ ടേസ്റ്റ് നോക്കി. അങ്ങനെ പിന്നെ നമ്മൾ അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മളൊരു ചിക്കൻ്റെ കബാബും കൂടെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ആ കബാബ് ഒരു രക്ഷയില്ല. അതിൻ്റെ മസാല ആയാലും അതിൻ്റെ സോഫ്റ്റ് ആയാലും എനിക്ക് ഏറ്റവും ഇഷ്ടമായി. എനിക്ക് പൊതുവേ അങ്ങനത്തെ സാധനങ്ങളോട് താല്പര്യം കുറവാണെങ്കിലും ഇത് ഞാൻ നന്നായിട്ട് തന്നെ കഴിച്ചു. അങ്ങനെ അവിടെ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ജ്യൂസും കൂടെ മേടിച്ചിരുന്നേ. അപ്പോൾ അതും കൂടെ കുടിച്ച് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടോ. ഓൾമോസ്റ്റ് ഒരു 10-10:30 ഒക്കെ ആയി കാണും. പക്ഷേ അത്യാവശ്യത്തിൽ കൂടുതൽ തിരക്കുണ്ട്, വീക്കെൻഡും കൂടാണ്. പിന്നെ അറബിക് സ്റ്റൈലുള്ളൊരു റെസ്റ്റോറൻറ്റും കൂടെ ആയതുകൊണ്ട് എല്ലാ